ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെറും 7 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയതിന്റെ റീസൺ അറിഞ്ഞ് കോടതി വരെ നെട്ടിയിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ സംഭവം നടന്നിട്ടുള്ളത് യുപിയിലാണ്. യുപിയിലെ ഒരു സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ പുറത്താക്കി. പ്രിൻസിപ്പൾ ഇതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് അവൻ ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടിഫിനിൽ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവനെ പുറത്താക്കുന്നത്. അതുപോലെ തന്നെ അതിന് 2-3 റീസണും കൂടി, അതായത് അലിഗേഷൻസും കൂടി കുട്ടിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ക്ലാസ്മേറ്റ്സിനോട് അവരെ റിലീജിയൻ കൺവേർട്ട് ചെയ്യിക്കുമെന്നും ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പൾ. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഈ കുട്ടിയെ പറഞ്ഞിട്ടുള്ളത്, ലേബൽ ചെയ്തിട്ടുള്ളത് റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് എന്നാണ് കുട്ടിയെ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഈ കുട്ടി ഭാവിയിൽ അമ്പലങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുമെന്നും കൂടി ഈ ഒരു പ്രിൻസിപ്പൾ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി പ്രിൻസിപ്പളിന് ക്ലീൻ ചിറ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാരന്റ്സ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന ഒരു പ്രൊവിഷൻ വെച്ച് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ തന്നെ ആ തെറ്റിൽ നിന്നും ശരിയിലേക്ക് കുട്ടീനെ നയിക്കേണ്ട ഒരു ആളാണ്. ആ ഒരു കർത്തവ്യം ഉള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ആള്. അവരുടെ ധർമ്മം അതാണ്. എന്നാൽ ഇവിടെ ചെയ്തിട്ടുള്ളത് റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ആ കുട്ടിയിൽ അടിച്ചമർത്താൻ നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ടീച്ചറിന്റെ വലിയൊരു തെറ്റായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി പറഞ്ഞു എന്ന് ഇവർ അവകാശപ്പെടുന്ന കാര്യമാണ്. അതായത് ക്ലാസ്മേറ്റ്സിന്റെ റിലീജിയൻ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം. ഇത് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിൽ അത്രത്തോളം ആ ഒരു റിലീജിയന്റെ കാര്യം ഇൻജക്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആ കുട്ടി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ റിലീജിയന്റെ പേരിൽ ആ കുട്ടിയെ ഒരു കരുവാക്കുകയാണ് ഈ പ്രിൻസിപ്പൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റിലീജിയന്റെ പേരിൽ, റിലീജിയൻ ആയതുകൊണ്ട് മാത്രം ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതായത് സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം ലൈഫ് ലോങ് ആ കുട്ടിന്റെ മേലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് അതുകൊണ്ട് തന്നെ സൊസൈറ്റിനെ ആ കുട്ടി വെറുക്കാനുള്ള വലിയൊരു റീസൺ ആയിട്ട് ഇത് മാറും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതഭ്രാന്തന്മാരുണ്ട്. അത് എല്ലാ റിലീജിയനിലും ഉണ്ട്. അത് ഇസ്ലാമിലാവട്ടെ, അല്ലെങ്കിൽ ഹിന്ദുസിലാവട്ടെ, ക്രിസ്ത്യൻസിലാവട്ടെ, എല്ലാ ഇതിലും മതഭ്രാന്തന്മാരുണ്ട്. ഈ ഭ്രാന്ത് കുട്ടികളിലും കൂടി ഇൻജക്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങളോ ആ ഒരു ഇതിലായി. ഇനി ഈ വരുന്ന തലമുറയും കൂടി നശിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്, ഈ കുട്ടിക്ക് അഡ്മിനിസ്ട്രേഷൻ 2 ആഴ്ചന്റെ ഉള്ളിൽ ഒരു സ്കൂളിൽ വേറൊരു സ്കൂളിൽ അഡ്മിഷൻ സെറ്റായി കൊടുക്കുകയും അത് കോടതിയെ അറിയിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.